നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഗ്രന്ഥശാല രംഗത്ത് നിസ്വാർത്ഥ പ്രവർത്തനം നടത്തുന്നവർക്ക് അക്ഷരജാലകം നൽകുന്ന PN പണിക്കർ പുരസ്കാരത്തിന് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ അർഹനായി. 10,000 രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അങ്കണവാടിയിൽ ഒരു ലൈബ്രറി എന്ന പദ്ധതി പ്രകാരം ചേക്കോട് അങ്കണവാടിയിൽ വായനശാല തുറന്നതും ഇതര പ്രദേശങ്ങളിലുള്ള വായനശാലകൾ സജീവമാക്കുന്നതിനും നടത്തിയ പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ചേക്കോട് അങ്കണവാടി വായനശാലയെ ആശ്രയിക്കുന്നതിലേറെയും അമ്മമാരും കുട്ടികളുമാണ്. 2022 ചേക്കോട് വായനശാല ആരംഭിച്ചത്. ഇപ്പോൾ 600-ലേറെ പുസ്തകങ്ങളുണ്ട്. ഷറഫുദ്ദീൻ കളത്തിലിൻ്റെ ഇടപെടലുകൾ കൊണ്ട് നാട്ടുകാരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പുസ്തകങ്ങൾ സംഭാവനയായി നൽകുകയായിരുന്നു. ഗ്രന്ഥശാല രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ച് കഴിഞ്ഞ വർഷം കൂറ്റനാട് സ്വദേശി VP ഹൈദരു മാസ്റ്റർക്കാണ് PN പണിക്കർ പുരസ്കാരം ലഭിച്ചത്. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി ഹോളിക്രോസ് ദേവാലയത്തിൽ വിശുദ്ധ കുരിശിന്റെ മഹത്വീകരണ തിരുനാളിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത്. എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവായ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ പട്ടാമ്പി ഹോളിക്രോസ് ദേവാലയത്തിൽ വിശുദ്ധ കുരിശിന്റെ മഹത്വീകരണ തിരുനാൾ ആരംഭിച്ചു. 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊടിയേറ്റം നടന്നു. തുടർന്ന് ജപമാല, ദിവ്യബലി, വചനപ്രഘോഷം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. റവറന്റ് ഫാദർ വിജീഷ് ഡെന്നിസ് നേതൃത്വം നൽകി. ചടങ്ങുകൾ ഞായറാഴ്ച സമാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരോടുള്ള ബഹുമാനത്തിനും ഭക്തിയിലും വളർന്നതിനുമായി തിരുനാളുകൾ കൊണ്ടാടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. പരിശുദ്ധ കുരിശിന്റെ തിരുനാൾ ആരംഭം കുറിച്ച് തൃത്താല നിയോജക മണ്ഡലത്തിൽ മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രഡിക്റ്റ് ജനകീയ സ്കോളർഷിപ്പ് പദ്ധതിക്ക് ഒക്ടോബർ 10 വരെ അപേക്ഷിക്കാം. തൃത്താല മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരും കഴിഞ്ഞ അധ്യയന വർഷം 10ാം ക്ലാസ് പൂർത്തീകരിച്ചവരും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചവരുമായിരിക്കണം അപേക്ഷകർ. ആകെ വിഷയങ്ങളിൽ 9 A+ എങ്കിലും നേടിയിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലാകരുത്. അപേക്ഷാ ഫോറം സ്കൂളുകളിൽ നിന്നും സെപ്റ്റംബർ 24 മുതൽ ലഭിക്കും. മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മന്ത്രിയുടെ കൂറ്റനാടുള്ള ക്യാമ്പ് ഓഫീസിൽ നിന്നും അപേക്ഷാ ഫോറം ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷാ ഫോറവും SSLC മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പും സഹിതം നേരിട്ടോ തപാൽ മുഖേനയോ ഒക്ടോബർ 10-നകം ക്യാമ്പ് ഓഫീസിൽ എത്തിക്കണം. തപാലിൽ അയക്കുന്നവർ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രാദേശിക ക്യാമ്പ് ഓഫീസ് കൂറ്റനാട്, തൃത്താല, പാലക്കാട് 67 95 33 എന്ന വിലാസത്തിൽ അയക്കുക. വിശദ വിവരങ്ങൾക്ക് 96 33 87 75 04, 94 47 75 13 45, 94 46 90 79 01 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. പട്ടാമ്പി മണ്ഡലത്തിൽ KMCC ഖത്തർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി MSFുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ചിറക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. തെരഞ്ഞെടുത്ത 60ഓളം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഖത്തർ KMCC MSF പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ചാണ് ചിറക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിലെ സ്കോളർഷിപ്പ് വിതരണമാണ് കൊപ്പം കരിങ്ങനാട് വെച്ച് നടത്തിയത്. ഇതോടൊപ്പം വൈറ്റ് കാർഡിനുള്ള ആദരവും ഒരുക്കി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു പരിപാടി ഇവിടെ സമർപ്പിക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ധാരാളം പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ, പഠിപ്പിക്കുവാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ, പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അതിനൊരു പരിധിവരെ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകൾ, അവിടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാനുള്ളത്. ഒരു കാലഘട്ടത്തിൽ പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തികം, സ്ഥാപനങ്ങളുടെ കുറവ്, വിദ്യാഭ്യാസ രംഗത്തിനുള്ള താല്പര്യമില്ലായ്മ, ഇതൊക്കെ തന്നെ
നമ്മുടെ ഇന്നലകളിൽ നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു വലിയ സൗകര്യമാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത്. LP സ്കൂൾ പോലും വേണ്ടത്ര ഇല്ലാതെ, അതിനു പോലും വീടുകളിൽ നിന്നും അത്രയും ദൂരം പോകാൻ കഴിയാത്ത, പറഞ്ഞയക്കാൻ താല്പര്യമില്ലാത്ത അങ്ങനെ ഒരു സമൂഹത്തെയാണ് കഴിഞ്ഞ കാലം നമ്മൾ കടന്നു പോയിട്ടുള്ളത്. മണ്ഡലത്തിലെ 60ഓളം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ നൽകുന്നത്. ചടങ്ങിൽ KMCC ജില്ലാ പ്രസിഡന്റ് PP ജാഫർ സാദിഖ് അധ്യക്ഷനായിരുന്നു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അംഗം MA സമദ്, ജില്ലാ ഭാരവാഹികളായ KT ജബ്ബാർ, PT മുഹമ്മദ്, CS സാജിദ്, E മുസ്തഫ, KP മുഹമ്മദ് അലി, ഗഫൂർ ചല്ലിയിൽ, BT സാജിദ്, ഫാറൂഖ് പനംകുറ്റിയിൽ, KV മുഹമ്മദ്, ഉമ്മർ മാഞ്ഞാമ്പ്ര, ഉസ്മാൻ മച്ചിങ്ങത്തൊടി, KKM ഷെരീഫ്, ഇസ്മയിൽ വിളിയൂർ, PKM ഷെഫീഖ്, MK ഷാക്കിർ, ഡാനിഷ് സയാദ്, K സഫർ ഷാ, KM ആസിഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൂടല്ലൂർ ബഹജത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PM അസീസ് അധ്യക്ഷനായി. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലൈബ്രറി എന്നിവ ഒരുക്കും. P സൈദലവിക്കുട്ടി ഹാജി, PM നജ്മുദ്ദീൻ, PM മുജീബ് റഹ്മാൻ, AV ഇസ്മായിൽ മുസ്ലിയാർ, അഷ്റഫ് കോക്കൂർ, T സാലിഹ്, CM ബഷീർ ഫൈസി, P ഹംസ മന്നാനി, K മുഹമ്മദ്, PM മുഹമ്മദ് ഉണ്ണി മുഹമ്മദ്, VP റാഷിദ് അസ്ഹരി, T സാലിഹ്, PK ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. KSSPU പട്ടാമ്പി സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേള സംഘടിപ്പിച്ചു. KSSPയുടെ പട്ടാമ്പി സൗത്ത് കുടുംബമേള പട്ടാമ്പി പെൻഷൻ ഭവനിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി മേള ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സഹോദരങ്ങളെ പോലെ നമ്മൾ ജീവിക്കുന്നത്, അതിനെയാണ് നമ്മൾ സർക്കാരും അംഗീകരിച്ച് നടപ്പാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വിപുലമായ പരിപാടികളൊന്നും തന്നെ ഇപ്രാവശ്യം ഓണത്തോടനുബന്ധിച്ചൊന്നും നടത്തിയില്ല. കോളേജുകളിലായാലും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം ഒരു മിതമായ രീതിയിൽ. കാരണം ഈ ഓണങ്ങളുടെ ഉപജീവന ഒരു ഉത്സവങ്ങളുടെ ഉപജീവന നടത്തുന്ന കച്ചവടക്കാരൊക്കെ ഓണത്തിനോടനുബന്ധിച്ച് നിരവധിയായ ഉൽപ്പന്നങ്ങളാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ഉദാഹരണത്തിന് പൂക്കച്ചവടം തന്നെ അല്ലെ, ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ പൂവിട്ടഴിക്കുന്നത്. അപ്പൊ അതിനെ ഇഷ്ടം പോലെ മുമ്പൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കളാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ആണെങ്കിൽ ഇപ്പൊ കുടുംബശ്രീകളടക്കം ഏറ്റെടുത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് വിറ്റഴിക്കുക, അതിന് ലാഭം കിട്ടുന്ന സമയം കൂടിയാണ്. അപ്പൊ അതൊക്കെ എന്താ പറയാ, അവർക്കും വേണ്ടത് ഉപജീവനം. യൂണിറ്റ് പ്രസിഡന്റ് NP പിള്ള അധ്യക്ഷനായി. AP രവീന്ദ്രൻ, KM ഉണ്ണികൃഷ്ണൻ, കമല, ബൈജു, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ CDSന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ചെറുതുരുത്തി കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുടുംബശ്രീ അംഗങ്ങളെയും കൃഷിക്കാരെയും ആദരിച്ചു. സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, സെക്രട്ടറി NM ഷെരീഫ്, വാർഡ് മെമ്പർമാരായ ബിന്ദു, PA യൂസഫ്, മിനി IG, MM ജമീല, ബുഷറ എന്നിവർ സംസാരിച്ചു. ഈ പ്രസ്ഥാനമുണ്ടാക്കിയ ഒരു മാറ്റം തന്നെയാണ് നമുക്ക് ചെറുതായി കാണാൻ കഴിയുക. ഇന്ന് ലോകത്ത്
എല്ലാ ഭാഗത്തു നിന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും കണ്ട് അത്ഭുതപ്പെട്ട് അന്വേഷിക്കാൻ വരികയാണ്. ഓൺലൈൻ വഴി ലോകത്തിൻ്റെ ഏത് മുക്കിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ അയക്കാൻ അല്ലെങ്കിൽ വിൽക്കാൻ ഇപ്പോൾ സംവിധാനം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ട് വലിയ കച്ചവട മുതലാളിമാർ ഭയക്കുന്നു. ഇത് കുടുംബശ്രീ ഉണ്ടാക്കുന്ന, സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് സത്യസന്ധമായ ഒരു മുഖമുണ്ട്, അതിനകത്ത് വിശ്വസിച്ച് വാങ്ങിക്കാം എന്നൊരു പേരുമുണ്ട്. മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട പാടശേഖരത്തിൽ രണ്ടാം വിള നെൽകൃഷിക്കുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. 30 ഏക്കറോളം സ്ഥലത്താണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തൊഴിലാളികളാണ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിനോട് ചേർന്നുള്ള കൊടുമുണ്ട പാടശേഖരത്തിൽ ഇപ്പോൾ രണ്ടാം വിള നെൽകൃഷി പ്രവൃത്തിയുടെ തിരക്കിലാണ് കർഷകർ. പാടം ഉഴുതുമറിച്ചും വരമ്പുകൾ വെച്ചും ഞാറുപറിയും നടീലുമായി കാർഷിക പ്രവൃത്തികൾ ഇവിടെ തകൃതിയാണ്. തുലാമഴ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രണ്ടാം വിള നെൽകൃഷി. കൃഷിപ്രവൃത്തികൾക്ക് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥയ്ക്ക് ഈ പാടശേഖരത്തിലും മാറ്റമില്ല. തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള തൊഴിലാളികൾ തന്നെയാണ് ഞാറുപറിക്കാനും നടാനുമായി പ്രധാനമായും രംഗത്തുള്ളത്. നാട്ടിലെ തൊഴിലാളികളും കൃഷിയിടത്തിലുണ്ട്. കൊടുമുണ്ട പാടശേഖര സമിതി സെക്കൻഡ് ക്രോപ്പിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടലേര് ബംഗാളികളും കുറച്ച് തമിഴരും ഒക്കെ കൂടിയാണ്. ഇതിന്റെ പരിസ്ഥിതി വളരെ പരിതാപകരമാണ്. ആരാണ് ഇതിന് ഒരു ഉത്തരവാദിത്വം? പാടത്തേക്ക് ഞങ്ങൾ മുണ്ടുമാറ്റി ഇറങ്ങിയ ഞങ്ങളുടെ പണിയല്ലേ ഇത്. അവസാനം എവിടെ എത്തൂല്ല. അവസാനം കാശില്ല, തരാൻ ആളില്ല, അത് കൊണ്ടുപോകാൻ വളരെ വിഷമമുണ്ട്. ഈ വിഷമത്തിന്റെ പരിഹാരം എവിടെ കൊണ്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല. നമ്മൾ ഒന്ന് സഹായിക്കാൻ എവിടെ സാധിക്കാച്ചാൽ സഹായിക്കാം. നാട്ടിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസം 700 രൂപയും ചെലവുമാണ് കൂലി. എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു ഏക്കറിൽ ഞാറ് പറിച്ചു നടുന്നതിന് 5500 രൂപയും ചെലവുമാണ് നൽകുന്നത്. നാട്ടിലെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് കർഷകർക്ക് താല്പര്യമെങ്കിലും ആളെ കിട്ടാനില്ലാത്തതിനാൽ ഇതര സംസ്ഥാനക്കാരെ ആശ്രയിക്കുകയാണ്. 30 ഏക്കറിലാണ് ഇവിടെ രണ്ടാം വിള നെൽകൃഷി നടക്കുന്നത്. 20ഓളം കർഷകരുടെ നേതൃത്വത്തിലാണ് കൃഷി. പാടശേഖരങ്ങളിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് കർഷകരുടെ വലിയ പരിശ്രമമാണ്. മഴ വിട്ടുനിൽക്കുന്നതോടെ പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത്. എന്നാൽ വെള്ളം എത്തിക്കുവാനുള്ള എളുപ്പത്തിനായി പാടശേഖരത്തിൽ പൈപ്പുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നെങ്കിലും ഇതുവരെയും അതിന് നടപടി ഉണ്ടായില്ലെന്നും കർഷകർ പരാതിപ്പെട്ടു. ആ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് വേണ്ടത്. ഒരു പൈപ്പ് ഇടാൻ പറഞ്ഞിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഒരു 500-600 മീറ്റർ. ആ മോട്ടർ അടിച്ചാൽ ഒരു കണ്ടക്കാരൻ വെള്ളം ഇതെങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയില്ല. അവൻ പറയും പിന്നെ എൻ്റെ കണ്ടത്തിൽ വളമിട്ടിട്ടുണ്ട്, എൻ്റെ കണ്ടത്തിൽ ഞാറ് വായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ പിന്നെ മറ്റവന് ഈ കണ്ടപ്പോൾ വെള്ളം വെറ്റി നിൽക്കുക. അതിനൊരു പൈപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട് 5 കൊല്ലമായി. ബ്ലോക്കിൽ നിന്ന് വന്നു, പഞ്ചായത്തിൽ നിന്ന് വന്നു, ഇനി എവിടുന്നാ വരണ്ടെന്നിട്ട് അറിയില്ല. പക്ഷെ സംഗതി നടക്കുന്നില്ല. പുഞ്ചയടക്കം 2 വിള പലപ്പോഴും ഈ പാടശേഖരത്തിൽ നടത്താറുണ്ട്. പുഴയോട് ചേർന്നാണ് പാടശേഖരമുള്ളതെങ്കിലും വേനൽ തുടങ്ങിയാൽ കൃഷിയിലേക്ക് വെള്ളം എത്തിക്കുക എന്നതും സാഹസികമാണെന്നും കർഷകർ സൂചിപ്പിച്ചു. എങ്കിലും പ്രതീക്ഷയോടെയാണ് രണ്ടാം വിള നെൽകൃഷിയുമായി കർഷകർ പാടശേഖരത്തിൽ സജീവമായിരിക്കുന്നത്. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1976-77 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സ്മൃതി സംഗമം 2024 എന്ന പേരിൽ നടത്തിയ പരിപാടി വിദ്യാലയ ഹാളിലാണ് സംഘടിപ്പിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് ഉദ്ഘാടനം ചെയ്തു. സ്മൃതി സംഗമം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുടനാട്ട് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും നർമ്മ പ്രാസംഗികനുമായ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക ആൻസി അമ്മ, UK മാധവൻ, മറിയമ്മ, പ്രകാശൻ, ലീല തുടങ്ങിയവർ സംസാരിച്ചു. KV ഗോവിന്ദൻകുട്ടി, KC ഉണ്ണിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായി. വൃദ്ധത്വമാണോ നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വയസ്സന്മാരാണോ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മുഖത്തെ പ്രസാദം കാണുമ്പോൾ നിങ്ങളെല്ലാവരും കുട്ടിത്വത്തോടുകൂടി തിരിച്ചു പോവുകയാണ്. കുട്ടിക്കാലത്തേക്ക് അല്ലേ, ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഒരു ശാപവും. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനാചരണവും വാർഷിക പൊതുയോഗവും സംഘടനയുടെ സ്ഥാപക നേതാവ് S നളിനാക്ഷൻ, ശാഖയുടെ ആദ്യ സെക്രട്ടറി KG ചന്ദ്രശേഖരൻ എന്നിവരുടെ അനുസ്മരണ യോഗവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും നടത്തി. ചെറുതുരുത്തി പൈങ്കുളം റോഡ് SNDP മേച്ചേരിക്കുന്ന് ശാഖയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്.
ശാഖാ ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങ് പൂജാരി MN കേശവന്റെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. SNDP ചേലക്കര യൂണിയൻ സെക്രട്ടറി KR വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. SNDP ഡയറക്ടർ ബോർഡ് അംഗം സുജ സുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര യൂണിറ്റ് സെക്രട്ടറി BM ധർമ്മപാലൻ, മാളവിക ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ശാഖാ സെക്രട്ടറി OS രവീന്ദ്രൻ സ്വാഗതവും യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് MK രാജേഷ് നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരിയിൽ ആടിനെ കഴുത്തറുത്ത് കൊന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി ചൗച്ചേരി പ്രദേശത്താണ് സംഭവം. ജംനാപ്യാരി ഇനത്തിൽപ്പെട്ട 1.5 വയസ്സുള്ള ആടിനെയാണ് കഴുത്തറുത്ത നിലയിൽ കണ്ടത്. കഴുത്ത് പകുതി മാത്രമായാണ് അജ്ഞാതർ അറുത്തുമാറ്റിയിട്ടുള്ളത്. പ്രദേശവാസിയായ ഇട്ടപ്പുറത്ത് മൂസയുടെ വീടിന് മുൻവശത്തെ റോഡരികിനോട് ചേർന്നാണ് ആടിന്റെ ശരീരം കിടന്നിരുന്നത്. പുലർച്ചെ 6 മണിയോടെ വൈദ്യുതി പോസ്റ്റിലെ തെരുവിളക്ക് അണയ്ക്കാൻ പുറത്തിറങ്ങിയ മൂസ തന്നെയാണ് ആടിന്റെ ശരീരം ആദ്യം കാണുന്നത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ലൈറ്റ് കെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് സൈഡിൽ ആടിനെ കഴുത്ത് അർത്ഥമാണ്. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. അവർ വന്ന് ഫോട്ടോ എടുത്ത് പോയി. ശേഷമാണ് ഇപ്പോൾ സംഭവമുണ്ടായത്. ഡോക്ടറെ കൊണ്ടാണെന്ന് പറഞ്ഞു. ഡോക്ടർ വന്നിട്ട് തന്നെ ഹോളിഡേയാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ കുഴിച്ചുകൾ പറ്റുള്ളൂ. നവമാധ്യമ കാഴ്ച. ഒരു തവണ പറഞ്ഞു കൊടുത്താൽ അത് കൂർമ്മ ബുദ്ധിയോടെ മനസ്സിലാക്കുന്നവരാണ് ശ്വാനന്മാർ. അതിനാൽ തന്നെ സാഹസികമായ കാര്യങ്ങളിലും ധൈര്യമായി ഇക്കൂട്ടരെ പങ്കെടുപ്പിക്കാം. മരത്തങ്കോട് നിന്ന് അനിൽ നൽകിയ ദൃശ്യം. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.